എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒപ്റ്റിമസ് വൈബിലെ സൺഡേ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സംഗീത് സുരേന്ദ്രനാഥാണ്. അപ്പോൾ സാറ് നമുക്ക് ഡ്രോയിങ് ക്ലാസ് ആണ് നമുക്ക് എടുക്കുന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും കലാകാരന്മാരൊക്കെയാണല്ലേ, അത്യാവശ്യം വരയ്ക്കുകയും പെയിന്റിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒന്നുകൂടി ക്ലാരിറ്റി ഒക്കെ വരുത്തി തന്ന് എങ്ങനെ നമുക്കൊരു നല്ലൊരു കാർട്ടൂണും കാര്യങ്ങളൊക്കെ എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുഖത്തിന്റെ ഒരു ഷേപ്പ് എങ്ങനെ വരയ്ക്കാം, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും പേപ്പറും പെൻസിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? വരയ്ക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുവാണോ എല്ലാവരും? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സംഗീത്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ആണോ? ഓക്കെ. ഏകദേശം 36ഓളം കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാനുള്ള സമയം നമുക്ക് ആകെ 1 മണിക്കൂറേ ഉള്ളൂ. അപ്പം എൻ്റെ പേര് സംഗീത്, എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. ഞാൻ അനിമേഷൻ ഫിലിം മേക്കിംഗ് ആണ് പഠിച്ചത്. അനിമേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അനിമേഷനാണ് ഞാൻ പഠിച്ചത്. നമുക്ക് അനിമേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തരുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2D അനിമേഷൻ 3D അനിമേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ 2D അനിമേഷൻ അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. 2D അനിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞേ. ആർക്കും അറിയില്ല? Sir, 2D animation means a flat. 2D അനിമേഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അനിമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D അനിമേഷൻ, 2D ഡിജിറ്റൽ അനിമേഷൻ, 3D അനിമേഷൻ, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. 2D അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടിട്ടില്ലേ, ടോം ആൻഡ് ജെറി, ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസ് കണ്ടിട്ടില്ലേ? എല്ലാവർക്കും പരിചയമുള്ള കാർട്ടൂൺസ് അല്ലേ അതൊക്കെ? അതൊക്കെ 2D അനിമേഷൻ ആണ്. 2D അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിനകത്ത് വരച്ചിട്ട്, ഈ ടോമിനെയും ജെറിയൊക്കെ നമ്മൾ പേപ്പറിനകത്ത് വരച്ചിട്ട് അത് കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്തെടുത്ത് കളർ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന അനിമേഷനാണ് 2D അനിമേഷൻ. മനസ്സിലായോ? 2D ഡിജിറ്റൽ അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ TV-യിൽ കാണുന്ന കാർട്ടൂൺസ് ഇല്ലേ, എന്താ ചോട്ടാ ഭീമ, അങ്ങനെയുള്ള കാർട്ടൂൺസ് ഇല്ലേ, അതൊക്കെ 2D ഡിജിറ്റൽ അനിമേഷനാണ്. കമ്പ്യൂട്ടറിൽ വരച്ചിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ ഫുള്ള് ചെയ്തെടുക്കുന്ന കാർട്ടൂണാണ് 2D ഡിജിറ്റൽ അനിമേഷൻ. മനസ്സിലായോ? ഇതിന് രണ്ടിനുമാണ് നമുക്ക് ഡ്രോയിങ്ങിൻ്റെ സ്കിൽസ് വേണ്ടത്. കാർട്ടൂൺ ഡ്രോയിങ്ങിൻ്റെ സ്കിൽസ് വേണ്ടത് ഇതിന് രണ്ടിനുമാണ്. 3D അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കാണുന്ന പോലത്തെ കുംഫു പാണ്ട, മഡഗാസ്കർ, അങ്ങനെയുള്ള സിനിമാസ് കണ്ടിട്ടില്ലേ? അതൊക്കെ 3D അനിമേഷൻസ് ആണ്. ഓസ്കാർ, അങ്ങനെ ഒരുപാട് ഫിലിംസ് ഉണ്ട്. മോണ, അങ്ങനെ ഒരുപാട് ഫിലിംസ് 3D അനിമേഷൻസ് ചെയ്യുന്നുണ്ട്. അത് 3D അനിമേഷനാണ്. അതിനും ഡ്രോയിങ്ങിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം. പക്ഷേ നമുക്കത് ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സംഭവങ്ങളൊന്നും 3D അനിമേഷനിലില്ല. അപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർട്ടൂൺ അനിമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചെയ്തിരിക്കുന്നത് പോലെ ടോം ആൻഡ് ജെറി അങ്ങനെയുള്ള അനിമേഷൻസ് ചെയ്യാനൊക്കെ കാർട്ടൂൺ അനിമേഷൻ കാർട്ടൂൺ ഡ്രോയിങ് നമ്മൾ അറിഞ്ഞിരിക്കണമായിരുന്നു. നല്ല രീതിയിൽ വരച്ചതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അനിമേഷൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? ഈ ടോം ആൻഡ് ജെറി, മിക്കി മൗസ്, അതിനൊക്കെ ഏറ്റവും കൂടുതലുള്ളത് അനിമൽസ് ആണ്, അല്ലേ? അപ്പോൾ ഈ അനിമൽസിനെയൊക്കെ നല്ല കൃത്യമായിട്ട് കാർട്ടൂണി രീതിയിൽ വരച്ചെടുത്ത് അനിമേഷൻ ചെയ്യുന്നതായിരുന്നു പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഡ്രോയിങ് ചെയ്യാൻ അറിയണം എന്നില്ല.
പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റും, പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റും. അതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? പെൻസില്, എറൈസറ്, ഷാർപ്നർ, എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്തേക്ക്, വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ, കണ്ടോട്ടെ, എല്ലാവരുടെയും മുഖം ഒന്ന് കണ്ടോട്ടെ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം നമ്മളൊരു പെൻസിൽ വെച്ചിട്ട്, ഞാനൊക്കെ അനിമേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്, ഞങ്ങൾക്ക് ഡ്രോയിങ് ക്ലാസ് തരുന്ന സമയത്ത് ഞാനൊരു വട്ടം വരച്ച് കഴിഞ്ഞാൽ അത് ത്രികോണമായി പോകുമായിരുന്നു. അത്രയും പോലും എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. മനസ്സിലായോ? അവിടെ നിന്നിട്ട് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണം. ഡെയിലി കൈ വെച്ച് വരച്ച് എക്സസൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രോയിങ് ചെയ്ത് റെഡിയായി വരുന്നത്. മനസ്സിലായോ? അപ്പം ഇന്നിപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ, നാളെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ, ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ നിങ്ങൾ നല്ലൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റണമെന്നില്ല. അതിന് നിങ്ങൾ ഇടുന്ന ആ ഒരു എഫേർട്ട്, നിങ്ങൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നുണ്ടോ, ആ ഡെയിലി എക്സസൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്ന എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാനുള്ള സ്കില്ലുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വട്ടം വരയ്ക്കണം, റൗണ്ട് സർക്കിൾ വരയ്ക്കണം. മനസ്സിലായോ? അത് ചെയ്യേണ്ടത് നമ്മൾ പെൻസിൽ വെച്ചിട്ട് പേപ്പറിൽ ഒരു ഭാഗത്ത് ഒരു സർക്കിൾ വരച്ചാൽ പോരാ, ആ ഒരു വരച്ച സർക്കിളിന് മേളിൽ കൂടി ഇങ്ങനെ വരയ്ക്കണം. ഞാൻ കാണിച്ചു തരാം. അതായത് നോക്കിക്കോ, ശ്രദ്ധിച്ചോണേ. നമ്മളൊരു സർക്കിൾ വരച്ചു, അതിൻ്റെ മേളിൽ കൂടെ നിർത്താതെ വീണ്ടും ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. കണ്ടോ? അത് ഷേപ്പ് ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആ സർക്കിൾ വരച്ച് ഇതുപോലെ വരച്ചേ. എല്ലാവരും അതുപോലെ വരച്ചേ. വരച്ചോ, നിർത്തണ്ട, നിർത്താണ്ട് വരച്ചോ, നിർത്താണ്ട് ഇങ്ങനെ വരച്ചോ. കുളമായിക്കോട്ടെ, സാരമില്ല, എന്നാലും വരച്ചോ. ബലം പിടിക്കണ്ട, കൈക്കകത്ത് ബലം പിടിക്കാതെ ഫ്രീ ആയിട്ടിട്ട്, കൈ ഫ്രീ ആയിട്ട് വെച്ച് വരച്ചേ. വരച്ചോ, എല്ലാരും വരച്ചോ. ആ, അങ്ങനെ തന്നെ അതിന്റെ മേളിൽ കൂടെ വരച്ചോ. വട്ടം, സർക്കിൾ വരച്ചോതാ. കുറേ ഡാർക്ക് ആയി കഴിഞ്ഞ് പേപ്പർ കീറരുത്, അതുകൊണ്ടാണ് ബലം പിടിക്കരുതെന്ന് പറഞ്ഞത്. പേപ്പർ കീറിപ്പോവും. ഇപ്പുറത്തോട്ട് മാറ്റി എന്നിട്ട് അടുത്ത വട്ടം വരച്ചോ. ഷേപ്പും സൈസും ഒന്നും കറക്റ്റ് ആവണമെന്നില്ല, അങ്ങ് വരച്ചോ നിങ്ങൾ. നോക്കട്ടെ, എല്ലാവരും വരച്ച് പേപ്പർ ഒന്ന് കാണിച്ചേ. കൊള്ളാം. ഓക്കെ, കാണിച്ചേ.
കൊള്ളാം കൊള്ളാം. അപ്പോൾ ഇതുപോലത്തെ ഒരു 10 തവണ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണം, ചെറുതും വലുതുമായിട്ട് 10 റൗണ്ട് 10 സർക്കിൾ ഇങ്ങനെ വരയ്ക്കണം. 10ാമത്തെ സർക്കിളും 1ാമത്തെ സർക്കിളും തമ്മിൽ എന്നിട്ട് നോക്കണം. വരച്ചോ. സൈസ് ഒന്നും നോക്കണ്ട, സൈസ് പല സൈസ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ വരച്ചോ. സ്പീഡിൽ വരച്ചോ, സ്പീഡിൽ. വലുതാക്കി വരയ്ക്കണേ, കുറച്ചും കൂടെ വലുതാക്കി വരയ്ക്കണം. ചെറുതായിട്ട് വരയ്ക്കുന്നവർ വലുതാക്കി വരയ്ക്കണം. ഈ നടുക്കത്തെ ഈ വെള്ള ഗ്യാപ്പ് കണ്ടോ? നടുക്കത്തെ ഈ വെള്ള ഗ്യാപ്പ് കണ്ടില്ലേ? ആ ഗ്യാപ്പ് അവിടെ വരണം. സ്പീഡിൽ വരച്ചോ, സ്പീഡിൽ, നല്ല സ്പീഡിൽ ഇങ്ങനെ വരച്ച്. സ്പീഡിൽ വരച്ചോ, സ്പീഡിൽ, നല്ല സ്പീഡിൽ ഇങ്ങനെ. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം സ്പീഡിൽ വരയ്ക്കണം. പത്ത് സർക്കിൾ കഴിയുമ്പം പറയണം. മാറ്റി വരച്ചാ മതി, മാറ്റി വരച്ചാ മതി. 10 വരെ കഴിഞ്ഞു സാർ. ആ ഒരൊറ്റ പേജിൽ വരച്ചാ മതി. എവിടെ 10 കഴിഞ്ഞ ആരാള? അതൊന്നും സാരമില്ല, കൂടി പോയാലും കുറയാണ്ടിരുന്നാ മതി. ഓക്കെ. കഴിഞ്ഞോ 10 എണ്ണം? ഇനി ആരാ വരച്ച് കഴിയാനുള്ള 10 എണ്ണം? 10 എണ്ണമായി. 10 എണ്ണം വരച്ചോ എല്ലാരും? ആരെങ്കിലും കഴിയാനുണ്ടോ? കഴിഞ്ഞോട്ട് പതുക്കെ മതി. വരച്ചോ. 12 വരച്ചു. കഴിഞ്ഞോ എല്ലാരും? ഓക്കെ. അപ്പം കഴിഞ്ഞവരൊരു കാര്യം ചെയ്യേ, 8 എന്ന് പറഞ്ഞ അക്കൗണ്ടല്ലോ, 8 അതിങ്ങനെ വരച്ചേ. വെളിയിൽ കൂടെ ഇപ്പം നമ്മൾ വട്ടം വരച്ച പോലെ തന്നെ വരച്ചേ, നോക്കട്ടെ. 8 വേറെ പേജിൽ. സ്ഥലം ഉണ്ടെങ്കിൽ ഈ പേജിൽ തന്നെ വരച്ചോ, സ്ഥലം ഇല്ലെങ്കിൽ വേറെ പേജ് വരച്ചോ. 10 എണ്ണം വരയ്ക്കണം ഇതുപോലെ. നിങ്ങൾ ഈ സർക്കിൾ വരച്ച പോലെ 10 എണ്ണം ഇങ്ങനെ മാറി ചെറുതും സ്പീഡിൽ വരയ്ക്കണം കേട്ടോ, വലുതായിട്ടും ഒക്കെ വരയ്ക്കണം. കൈയൊക്കെ കഴിച്ചോട്ടെ, കുഴപ്പമില്ല, കൈയൊക്കെ കഴിക്കും. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഇപ്പൊ വന്നേ ഉള്ളോ? ഒരു കാര്യം ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക, പെൻസിൽ എടുക്കുക, എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. ഇതുപോലെ സർക്കിൾസ് വരയ്ക്കുക, 10 എണ്ണം. ഒരു സർക്കിളിന്റെ മുകളിൽ തന്നെ വീണ്ടും വരയ്ക്കണം ഇങ്ങനെ. മനസ്സിലായോ? അങ്ങനെ 10 എണ്ണം വേഗം വരച്ചോ, സ്പീഡിൽ വരച്ചോ 10 എണ്ണം. വരച്ചോ?
വെയിറ്റ് ചെയ്യേ, ബാക്കിയുള്ളവരും കൂടെ കഴിയട്ടെ കേട്ടോ. ഒരു കാര്യം ചെയ്യേ, കഴിഞ്ഞവർ വേണമെങ്കിൽ ഇനിയും വരച്ചോ, കുഴപ്പമില്ല, നല്ലതാണ് വരയ്ക്കുന്നത്. സർക്കിളും 8ഉം മാറി മാറി വരച്ചോ. എന്തോ 10 വരച്ചോ? ഓക്കെ. കഴിഞ്ഞവർ ഇനിയും വരച്ചോ, കുഴപ്പമില്ല, നിർത്തണ്ട, വരച്ചോ. ബാക്കിയുള്ളവർ തീരുന്നത് വരെ വരച്ചോ. ചെറുതും വലുതും ഒക്കെ വരച്ചോ. ഇനി എന്താ വരയ്ക്കണ്ടേ? കഴിഞ്ഞതാണോ? എല്ലാവരും കഴിയട്ടെ. ഇനി അടുത്തത് നമുക്ക് ഒരുമിച്ച് വരയ്ക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഓക്കെ. ഇനി ആരാ കഴിയാനുണ്ടോ ആരെങ്കിലും? ആയിക്കോട്ടെ, വരച്ചോ. ഓക്കെ. ഇനി ആരെങ്കിലും കഴിയാനുണ്ടോ? വരച്ചോളൂ. കഴിഞ്ഞവര് ഇനിയും വരച്ചോളൂ, നിർത്തണ്ട. കഴിഞ്ഞവര് തന്നെ വീണ്ടും വരച്ചോളൂ. അവര് ബാക്കിയുള്ളവർ കഴിയുന്നത് വരെ വരച്ചോളൂ. പ്രാവശ്യത്തിനെല്ലാം കൂടുതൽ വരച്ചാൽ നോക്കി. കുഴപ്പമില്ല, ധൈര്യമായിട്ട് വരച്ചോ. 30 വരച്ചു. ആയിക്കോട്ടെ. കഴിഞ്ഞു സാർ. ഇനി ആരാ കഴിയാൻ? കഴിഞ്ഞു സാർ. ഇനി ആരെങ്കിലും ഉണ്ടോ കഴിയാൻ? കഴിഞ്ഞു സാർ. ഇനിയിപ്പോ ആരും കഴിയാനില്ലല്ലോ. ഓക്കെ. ഇനി അടുത്ത പേപ്പറിൽ സ്ഥലം ഇല്ലെങ്കിൽ വേറൊരു പേപ്പർ എടുക്കാം. പേപ്പറിൽ സ്ഥലം ഇല്ലെങ്കിൽ വേറൊരു പേപ്പർ എടുക്കാം. എന്തോ? കഴിഞ്ഞു സാർ. 8 കഴിഞ്ഞിട്ട് വരയ്ക്കേണ്ടത് പറഞ്ഞുതരാം. എല്ലാരും ഒരു റൗണ്ടും കൂടെ വരയ്ക്കണം. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട്, കട്ടി ഇല്ലാണ്ട് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു റൗണ്ടും കൂടെ വരച്ചേ. ഒരു തവണയും കൂടെ. അധികം ബലം കൊടുക്കരുത്. ബലം കൊടുക്കാതെ സോഫ്റ്റ് ആയിട്ട് വരയ്ക്കണം. ഒറ്റ പ്രാവശ്യം കൂടെ. ചെറുതാണോ വലിയതാണോ? കട്ടി അതിന്റെ കഴിഞ്ഞു സാർ. ഓക്കെ.
വരച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കിയോണേ, ശ്രദ്ധിച്ചോണേ. ഈ സർക്കിൾ നിങ്ങൾ വരച്ചിട്ടിട്ടില്ലേ, അതിൻ്റെ ഏറ്റവും പുറത്തെ ലൈന് തെളിച്ചെടുക്കുക. ഏറ്റവും പുറത്തെ ലൈന് കുറച്ച് കട്ടിയിൽ വരച്ച് അതിങ്ങനെ പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് തെളിച്ചെടുക്കുക. വരയ്ക്കാൻ പറഞ്ഞത് എന്താ ഒന്ന് കട്ടായി പോയി. ഏതാണ് വരയ്ക്കാൻ പറഞ്ഞത്? ഒരു ഒറ്റ സർക്കിൾ വരയ്ക്കുക. മുമ്പേ വരച്ചതുപോലെ കട്ടിയില്ലാണ്ട് ബലം കൊടുക്കാണ്ട് ഒറ്റ സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ ഏറ്റവും പുറത്തെ ലൈന് ഇതുപോലെ തെളിച്ചെടുക്കുക. കഴിഞ്ഞു സർ. കഴിഞ്ഞു സർ. കഴിഞ്ഞു സർ. കഴിഞ്ഞു സർ. ഗുഡ് ഗുഡ്. എല്ലാവരും കാണിച്ചേ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബോളിൻ്റെ ഷെയ്ഡാണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു ബോളിൻ്റെ ഷെയ്ഡ് മനസ്സിലായോ? ഇനി നിങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ നിന്ന് ഒരു ബോൾ ഇവിടെ ഇരിക്കുകയാണെന്ന് വെച്ചോ. ഇതിൻ്റെ അടിയിൽ ഒരു വര വരച്ചേ, ഇങ്ങനെ ഒരു വര ഇങ്ങ് വരച്ചേ. ഇതിൻ്റെ അടിയിൽ ആ ബോളിൻ്റെ അടിയിലായിട്ടൊരു വര വരച്ചേ, ഇങ്ങനെ തെളിച്ച് വരച്ചോ. ആ മുറുക്ക് വരച്ചോ, മുറുക്ക് വരച്ചോ. ഇപ്പൊ നമ്മള് ഇങ്ങനെ അത് തന്നെ താഴെ ബോളിന്റെ താഴെയായിട്ട് അതെ നേരെ ഒരു വര ഇതിനകത്ത് കണ്ടോ? എന്റെ സ്ക്രീനിനകത്ത് കാണുന്നുണ്ടോ? നേരെ ഒരു വര വരച്ചേക്കുന്ന കാണുന്നുണ്ടോ? അതെ 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 അതുപോലെ അങ്ങനെ തന്നെ അങ്ങനെ. എന്നിട്ട് ഇപ്പൊ നമ്മള് ഈ ബോളിലേക്ക് ഒരു ലൈറ്റ് അടിച്ചു കൊടുക്കാന്ന് വെച്ചോ. ലൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മളിതാ മുകളില് ഈ ഭാഗത്തുനിന്ന് ഒരു ലൈറ്റ് ഇങ്ങോട്ട് അടിക്കുകയാണ്. മനസ്സിലായോ? ക്ലിയർ ആയിട്ട് കാണുന്നില്ല സാറേ. ഈ ഭാഗത്ത് നമ്മൾ ഒരു ലൈറ്റ് അടിക്കുക. അപ്പോ ലൈറ്റ് ഇവിടെ അടിക്കുമ്പോ അതിന്റെ ഷാഡോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഇല്ല, ഞാൻ പറയുന്നതേ ഉള്ളൂ, ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഇത്രയും ഭാഗത്തായിരിക്കും അതിന്റെ നിഴല് വരിക. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വര ഇങ്ങോട്ടിങ്ങ് വരയ്ക്കണം. ഇങ്ങനെ ഒരു വര. ഭൂമിയാണോ? ഇതിന്റെ ഇവിടെ ഒരു വര വരയ്ക്കും. വരച്ചിട്ട് ആ വരയുടെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ ഭാഗം ബോളിന്റെ ഈ സൈഡ്, ഈ സൈഡ്, ഈ റൈറ്റ് സൈഡ്, ബോളിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ വരച്ചതിന്റെ റൈറ്റ് സൈഡില് ഈ ഭാഗത്ത് ഇതാ ഇങ്ങനെ
ലൈൻസ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കണം. സാറേ ഡാർക്ക് ആയിട്ടാണോ ലൈറ്റ് ആയിട്ടാണോ? ഡാർക്കായിട്ട്, ഡാർക്കായിട്ട്. അധികം ഡാർക്ക് ആവണോ സാർ? അധികം ഡാർക്ക് ആവണ്ട, ഒരു നോർമൽ ഡാർക്ക് ആയാൽ മതി. കഴിഞ്ഞു സാർ. കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ. ആ ഒരു പോർഷന്റെ പകുതിക്ക് വെച്ചിട്ട് കഴിഞ്ഞു സാർ. ആ ഒരു പോർഷന്റെ പകുതിക്ക് വെച്ച് കുറച്ചും കൂടെ ഡാർക്ക് ആക്കിക്കോ. ദാ ഈ ഭാഗം ഇങ്ങനെ. ഫുള്ള് ഡാർക്ക് ആക്കരുത്, അതിൻ്റെ ഒരു ഹാഫ്. കഴിഞ്ഞു സാർ. കഴിഞ്ഞു സാർ. കഴിഞ്ഞോ? എന്നിട്ട് നമ്മൾ ആ വര വരച്ചിട്ടില്ലേ, വര താഴെ ഒരു ലൈൻ വരച്ചില്ലായിരുന്നോ? ആ ലൈനിന്റെ റൈറ്റ് സൈഡ് ഭാഗം നല്ല പോലെ ഇങ്ങനെ മേളിലേക്കും കുറച്ച് താഴേക്കും, ഇങ്ങനെ കുറച്ച് താഴേക്കും കുറച്ച് മേളിലേക്കും ലൈൻസ് വരയ്ക്കാം. സാർ ഡാർക്ക് ആക്കണോ? ഡാർക്ക് ആക്കിക്കോ. കഴിഞ്ഞു സാർ. കഴിഞ്ഞോ? ഇതേപോലെ അല്ലേ സാർ? അതെ. കഴിഞ്ഞു സാർ. ഇതേപോലെ അല്ലേ സാർ? അനിയത്തി വരച്ചതാണ്. ഓക്കെ. അങ്ങനെ തന്നെ. സാർ ഇങ്ങനെയാണോ? സാർ ഇങ്ങനെയാണോ? അത് തന്നെ. ഇങ്ങനെയാണോ? ഇത് ഒരുപാട് താഴേക്ക് വരയ്ക്കണ്ട, ഒരുപാട് മുകളിലേക്കും വരയ്ക്കണ്ട. ആ ലൈനിന്റെ ഒരുപാട് താഴേക്കും വരയ്ക്കണ്ട, ഒരുപാട് മുകളിലേക്കും വരയ്ക്കണ്ട. സാറ് ലാസ്റ്റ് വരച്ചത് കണ്ടില്ല. ഏതിൽ? ഷാഡോയോ? ഷാഡോതാ. എന്നിട്ട് ഈ ബോളിന്റെ ലാസ്റ്റ് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മള് ആ ലൈന് ടച്ച് ചെയ്യുന്ന ഭാഗമില്ലേ, ഇത് കുറച്ച് ഡാർക്ക് ആക്കുക. ഇവിടെ ഇങ്ങനെ. കാണുന്നില്ല? ഇപ്പൊ കാണാവോ? ഈ ഇത്രയും ഭാഗം, സർക്കിളിന്റെ ഇത്രയും ഭാഗം ഡാർക്ക് ആക്കി കൊടുക്കുക. അതെങ്ങനെ? കഴിഞ്ഞു സാർ. ആണോ? സാരമില്ല. ഇതിപ്പോ എന്തായാലും കാര്യം മനസ്സിലായില്ലേ? ഇത് നമുക്ക് ജസ്റ്റ് ഒരു എക്സസൈസ് മാത്രമാണ്. നമ്മൾ കാർട്ടൂൺ ഡ്രോയിങ്ങിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി
നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ മുമ്പേ ഞാൻ വരച്ച് കാണിച്ചില്ലേ, സർക്കിള് വരയ്ക്കുന്ന, അതുപോലെ 8 വരയ്ക്കുന്ന, അത് നിങ്ങൾ ഡെയിലി വരച്ചൊരു 10 എണ്ണം വീതം എന്നും വരയ്ക്കണം. ചാർജ് പോയോ? സാർ ഇങ്ങനെയല്ലേ? അതെ അതെ അതെ, 10 എണ്ണം വീതം നിങ്ങൾ ഡെയിലി വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെൻസിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യും. അടുത്തത് ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒരു സർക്കിളും കൂടെ വരയ്ക്കണം. ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. വരച്ചോ? സർക്കിൾ ഇങ്ങനെ വരച്ചോ? എന്തോ? അല്ല, ആ പേജിന്റെ സൈഡിലേക്ക് മാറ്റി വരച്ചോ. സ്ഥലം ഉള്ളിടത്ത് വരച്ചാൽ മതി. വേറെ പേജിൽ വരയ്ക്കണമെന്നില്ല, സ്ഥലം ഉള്ള പോലെ വരച്ചോ. കുഴപ്പമില്ല കുഴപ്പമില്ല, വേറെ പേജിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു സ്കെയിൽ എടുത്തിട്ട് അതിന്റെ സെന്ററിൽ കൂടെ ഒരു വര ഇങ്ങനെ വരച്ചേ. വരച്ചു സാർ. ഇനി താഴേക്ക് അതുപോലെ സെന്ററിൽ കൂടെ ഒരു വര. താഴേക്ക് ഒരു വര ഇങ്ങനെ വരച്ചോ. വരച്ചോ? അപ്പം നമ്മള് ഈ ലൈനിന് ഈ സെന്ററിൽ കൂടെ താഴേക്ക് വരച്ച ലൈനില്ലേ, അതെ അതെ, പ്ലസ് പോലെ പ്ലസ് പോലെ പ്ലസ് പോലെ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. എന്റെ അനിയത്തി വരച്ചത് സാർ. ഇത് ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഈ സെന്ററിൽ കൂടെ താഴേക്ക് വരച്ചേക്കുന്ന വരയ്ക്ക് പറയുന്ന പേരാണ് സെന്റർ ലൈൻ. മനസ്സിലായോ? സെന്റർ ലൈൻ എന്താണ്? സെന്റർ ലൈൻ. അതെ, ഇവിടെ നമ്മൾ ക്രോസ് വരച്ചിട്ടില്ലേ, ഈ ലൈൻ വരച്ചേക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? ആ ലൈനിന് പറയുന്ന പേരാണ് ഐ ലൈൻ. ഐ ലൈൻ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ലൈൻ. ഐ ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. ഐ എന്ന് പറഞ്ഞാൽ കണ്ണ്. ഐ ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ണ് വരയ്ക്കുന്ന ഭാഗത്തിന് ആ ലൈനാണ് ഐ ലൈൻ എന്ന് പറയുന്നത്. എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ഇതാ ഇതിന്റെ മേളിൽ, ഈ റൗണ്ടിന്റെ മേളിൽ ഒരു ലൈനിങ് വരച്ചേ.
നേരെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇതിന്റെ നേരെ സ്ട്രെയിറ്റ് ആയിരിക്കണം ഈ ലൈൻ. ഐ ലൈനിന്റെ നേരെ സ്ട്രെയിറ്റ് ആയിരിക്കണം മേലത്തെ ലൈൻ. കടുപ്പിച്ച് വരച്ചോ. ഐ ലൈൻ വരച്ചേക്കുന്നത് പോലെ കടുപ്പിച്ച് വരച്ചോ. കഴിഞ്ഞ. ഇനി ഇതിന്റെ താഴെ കൂടി ഒരു ലൈൻ വരച്ചോ. വരച്ചു സാർ. ഓക്കെ. അപ്പം അനിയത്തി വരച്ചോണ്ടിരിക്കുകയാണ്. വരച്ചോളൂ. വരച്ചു സാർ. ഇനി ഇതിന്റെ ഈ സെൻട്രൽ ലൈനില്ലേ, ഐ ലൈൻ വരച്ചിട്ടില്ലേ, ഈ ലൈനിന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈനും കൂടെ ഇങ്ങനെ വരയ്ക്കാം സ്ട്രെയിറ്റ് ആയിട്ട്. വരച്ചു സാർ. വരച്ചോ. സാർ സർക്കിളിന്റെ പുറത്തോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാരും വരച്ചോ. വരച്ചോ എല്ലാരും. വരച്ചു. ഈ ഗ്യാപ്പ് ഒന്ന് അളന്ന്, ഈ ഗ്യാപ്പ്, അതായത് ഐലൈൻ മുതൽ ഇവിടെ വരെയുള്ള ഗ്യാപ്പ് ഒന്ന് അളന്നിട്ട് താഴേക്ക് അവിടെ ഒരു വര വരയ്ക്കാം. ഈ ഗ്യാപ്പ് അത്രയും തന്നെ താഴേക്ക് എടുത്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചോ. ഓക്കെ. സാറ് ഒന്നുകൂടി പറയോ? വരത്തിൽ നീണ്ടുപോയി. സാറേ ഒന്നുകൂടി പറയോ? കേട്ടില്ല സാർ. എന്റെ തെറ്റിപ്പോയി സാർ. തെറ്റിപ്പോയി സാർ. സാറിന്റെ അടിയിൽ കഴിഞ്ഞു സാർ. കഴിഞ്ഞു. ഫിനിഷ് സാർ. സാർ മ്യൂട്ടാണ്. അടിയിൽ വരക്കണം. കഴിഞ്ഞോ? അതായത് ഈ ഐലൈനും ഈ സർക്കിളിന്റെ ഏറ്റവും താഴത്തെ ലൈനും കണ്ടില്ലേ, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് അളന്നെടുത്തിട്ട് അത്രയും ഗ്യാപ്പ് താഴേക്ക് എടുത്തിട്ട് ഒരു വര വരയ്ക്കും ഇവിടെ. നിറമൊന്നും ഇപ്പൊ കൊടുക്കണ്ട. ഇപ്പൊ നിറമൊന്നും കൊടുക്കണ്ട. അടിയിൽ വര വരക്കണോ? ശരി. ഈ ലൈനിൽ ഒരു വര, ഇവിടെ ഒരു വര വരയ്ക്കണം അളവെടുത്തിട്ട്. സാർ വരച്ചു സാർ.
ഓക്കെ. ഇനി നമുക്ക് ഈ ലൈൻസ് ഒക്കെ എന്തിന്റെയാന്ന് മനസ്സിലായോ? സാർ മ്യൂട്ടാണ്. ശരി മാറ്റി. ഐലൈനിന്റെ നേരെ മേളിൽ വരച്ചേക്കുന്ന ലൈനാണ് ഐബ്രോ ലൈൻ. ഐബ്രോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പുരികം അല്ലേ? ഐബ്രോ ലൈൻ ആണ് അതിന് പറയുന്നത്. മനസ്സിലായോ? ആ സർക്കിളിന്റെ ഏറ്റവും താഴെ വരച്ചേക്കുന്ന ലൈനാണ് മൗത്തിനുള്ള ലൈനാണ്. മനസ്സിലായോ? എഴുതൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി തരുന്നതല്ലേ. പിന്നെ ഏറ്റവും താഴെ വരച്ചേക്കുന്ന ഈ ലൈനാണ് ജോ ലൈൻ. എന്തോ? എഴുതിയിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ സെന്ററിൽ കൂടെ നേരെ താഴേക്ക് നമ്മൾ നേരെ സെന്ററിൽ കൂടെ താഴേക്ക് വരച്ചേക്കുന്ന ലൈനിന് പറയുന്ന പേരെന്താ? സെന്റർ ലൈൻ അല്ലേ? സെന്റർ ലൈൻ. സർക്കിളിന്റെ നേരെ ക്രോസ് വരച്ചേക്കുന്ന ലൈനിന് പറയുന്ന പേരെന്താ? ഐ ലൈൻ. അതിന്റെ തൊട്ട് മുകളിൽ ഓക്കെ. ചോദിച്ചോ. എന്തോ? മൈക്ക് മ്യൂട്ടാണ് മോളു. സാരമില്ല, നിറം ഒന്നും കൊടുത്താലും കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് ഇതിന് തൊട്ടുമേളിൽ ഐലൈന് തൊട്ടുമേളിൽ വരച്ചേക്കുന്നത് ഐബ്രോ ലൈൻ. മനസ്സിലായോ? സർക്കിളിന്റെ താഴെ വരച്ചേക്കുന്ന ലൈന് മൗത്ത് ലൈൻ. ഏറ്റവും താഴെ നമ്മൾ അളവെടുത്ത് വരച്ച ലൈന് ജോ ലൈൻ. ജോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ താടിയുടെ ഏറ്റവും എൻഡ് വരുന്ന ലൈനാണ് അത്. ഏറ്റവും മേളത്തെ വരച്ചേക്കുന്ന ലൈനാണ് ഹെയർ ലൈൻ. മനസ്സിലായോ? ഒരു മുഖം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോ എഴുതണ്ട, കുഴപ്പമില്ല, എഴുതണ്ട. കാര്യം മനസ്സിലായില്ലേ ഏതൊക്കെ ലൈനാണെന്ന്? എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. മ്യൂട്ട് ചെയ്തിട്ട് സാറ് പറയണത് ശ്രദ്ധിച്ച് കേൾക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ച് സാറ് പറയണ കേട്ടെ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും ലൈൻസ് ആണ് ഒരു ഫേസ് വരയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ്. മനസ്സിലായോ? അപ്പം ഐ ലൈനിൽ നമുക്ക് ഐ വരയ്ക്കുന്നു, ഐബ്രോ വരയ്ക്കുന്നു, ഇവിടുന്ന് ഹെയർ വരയ്ക്കുന്നു, ഇവിടെ മൗത്ത് വരയ്ക്കുന്നു, ഇവിടെ ജോയുടെ എൻഡ് വരുന്നു. അങ്ങനെയാണ് ഈ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഐ ലൈൻ മുതൽ ഇതുവരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കുക. ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് രണ്ട് വര വരയ്ക്കുക. ഈ മൗത്ത് ലൈനിൽ കൊണ്ടുപോയി മുട്ടിക്കുക. ഓക്കെ. എന്നിട്ട്
ഓക്കെ. എന്നിട്ട് ഈ ജോ ലൈനിൽ സെൻട്രൽ ലൈൻ വന്ന് ഈ രണ്ട് സൈഡിലും ഓരോ വര താഴേക്ക് വരയ്ക്കുക. ഐ ലൈൻ മുതൽ മൗത്ത് ലൈൻ വരെ ഓരോ വര രണ്ട് ആ സർക്കിളിന്റെ നേരെ സൈഡിൽ കൂടെ താഴേക്ക് വരയ്ക്കുക. ഓക്കെ. ഇനി അവിടുന്ന് നമ്മളിതാ ഇങ്ങനെ താഴേക്കൊരു വര ഇങ്ങനെ വരയ്ക്കുക. വളച്ച് ചെറുതായിട്ട് വളച്ച് വരയ്ക്കുക. ചിത്രം വരയ്ക്കണ്ട. അതായത് നമ്മുടെ ഈ ഐ ലൈനിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് ലൈന് വരയ്ക്കുക, മൗത്ത് ലൈൻ വരെ. എന്നിട്ട് ആ മൗത്ത് ലൈൻ്റെ അവിടുന്ന് താഴേക്ക് ഈ ജോ ലൈനിലേക്ക്, ഇതിവിടെ സെൻട്രലിലോട്ടല്ല, വളച്ച് ഇങ്ങനെ ഒരു വര, രണ്ട് വര വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഈ രണ്ട് ലൈനിന്റെ അറ്റം തമ്മിൽ ജസ്റ്റ് ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക. മുട്ടിച്ചോ? ഓക്കെ. ഇനി നമുക്ക് ഏകദേശം ഈ തലയുടെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടുന്ന് ഈ ഐ ലൈനിൽ നിന്ന് നമ്മുടെ മേളിലോട്ടുള്ള ആ റൗണ്ട് അങ്ങ് തെളിച്ചെടുത്തേ. മുമ്പേ നമ്മൾ ആ സർക്കിൾ വരച്ചപ്പോൾ തെളിച്ചെടുത്ത പോലെ അങ്ങോട്ട് തെളിച്ചെടുത്തേ. ഇങ്ങനെ ഇത് ഡാർക്ക് ആക്കി അങ്ങ് തെളിച്ചങ്ങ് വരച്ചോ. നല്ല രീതിയിൽ നമ്മൾ ഇപ്പുറത്ത് വരച്ചേക്കുന്നത് പോലെ ഡാർക്കായിട്ട് വരച്ചോ. വരച്ചോ? ഓക്കെ. ഇനി വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് തലയുടെ ഷേപ്പ് കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ തലയുടെ ഒരു ഷേപ്പ്? ഇനി നമുക്ക് വേണ്ടത് നമ്മള് കണ്ണ് വരയ്ക്കണം. കണ്ണ് വരയ്ക്കാനായിട്ട് നമ്മളിതാ ഈ ഐലൈൻ ഇല്ലേ, ഐലൈൻ വരച്ചേക്കുന്നിടത്തുനിന്ന് താഴേക്ക് ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. ഹാഫ് സർക്കിൾ രണ്ട് സൈഡിൽ. ഇതിൻ്റെ ഇവിടെ വേണമെങ്കിൽ ഒരു വര, ഈ ഒരു സർക്കിൾ വരച്ചിട്ട് അവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സർക്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവിന് നിങ്ങൾക്ക് കിട്ടും. വരച്ചോ? എന്നിട്ട് മേളിൽ ഒരു വര ഇങ്ങനെ ചെരിച്ച് അക്കല ഒന്ന് വളച്ചിട്ട് ഒരു വലയും കൊടുക്കുക. വരച്ചോ? ഇങ്ങനെ ഒരു വര വരച്ചു. വര വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കണ്ണിന്റെ ഒരു ഭാഗം കിട്ടിയില്ലേ? ഇനി നമുക്ക് നമ്മൾ മേളില് ഒരു ഐബ്രോ ഇങ്ങനെ നീളത്തിലൊരു ഐബ്രോ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് അതിനകം ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. കാണാമോ? ഇനി നമ്മൾ ഈ കണ്ണിന്റെ സർക്കിൾ വരച്ചേക്കുന്നതിനകത്ത് ഒരു സർക്കിളും കൂടെ ഹാഫിൽ വരയ്ക്കുക. ഇങ്ങനെ സർക്കിളിന്റെ ഹാഫില് ഒരു സർക്കിളും കൂടെ വരയ്ക്കുക. ഇതിങ്ങനെ അതും ഈ പറയുന്നത് പോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തേ.
കഴിഞ്ഞു സർ. അപ്പൊ നമുക്ക് ഇവിടെ എന്തായി? പുരികവും കിട്ടി, കഴിഞ്ഞു സർ. പുരികവും കിട്ടി, കണ്ണും കിട്ടി. ഇനിയിപ്പോ എന്താ നമ്മൾ വരയ്ക്കാനുള്ളത് ഫേസില്? മുടി. മൗത്ത്. മൗത്ത്. നമുക്ക് ചിരിക്കുന്നതല്ലേ ഇഷ്ടം, അപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു മൗത്ത് അങ്ങ് വരച്ചേക്കാം. ഈ മൗത്ത് ലൈൻ വരച്ചിട്ടില്ലേ, അവിടുന്ന് ഇങ്ങനെ ഒരു വര ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, ചിരിപ്പിച്ചേരെ. എന്നിട്ട് ആ വരയുടെ രണ്ടറ്റത്തും ഇങ്ങനെ രണ്ട് വര അങ്ങ് വരയ്ക്കുക. വരച്ചു സർ. വരച്ചു സർ. വരച്ചോ? വരച്ചില്ലേ? ഇനിതാ നമുക്ക് നമ്മൾ ശരിക്കും നമ്മൾ ആൾക്കാരെ കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ കാർട്ടൂണിൽ ആൾക്കാരെ കാണുന്നത്, അല്ലേ? കാർട്ടൂണിൽ വേറെ ഷേപ്പ് ആയിരിക്കത്തില്ലേ വായ്ക്കും മൂക്കിനും കണ്ണിനുമൊക്കെ. അപ്പം നമ്മൾ കണ്ണ് വരച്ചതുപോലെ മൂക്കും ഇതാ ആ വായയുടെ നമ്മുടെ ഈ മൗത്ത് ലൈൻ വരച്ചേക്കുന്നതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു മൂക്ക് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കുക. ഇതാ ഇങ്ങനെ. സിമ്പിൾ അല്ലേ? ആ ഇനി നമുക്കിതാ ഈ ചെവി വരയ്ക്കണ്ടേ? നമുക്ക് ചെവി വേണ്ടേ ഒരാൾക്ക്? വേണം. അപ്പോൾ നമ്മൾ ചെവി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഐലൈനിന്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാ മേളിലേക്ക് ആ ഐബ്രോ ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് താഴേക്ക് ഇങ്ങനെ വരയ്ക്കും. ചെവി വരച്ചോ ഇങ്ങനെ. അതുപോലെ തന്നെ ഈ ചെവിയുടെ അടിയിലൊരു വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അളവ് ഇപ്പുറത്തെ സൈഡിലും കിട്ടും. വരച്ചോ? ഇനി നമുക്ക് ചെവിയിലുള്ള ജസ്റ്റ് ചെവിയുടെ നടുക്കൂടെ ഇങ്ങനെ ഒരു വരയും കൂടെ വരച്ചേ എല്ലാവരും. ഇങ്ങനെ മേളിലേക്ക് ഒരു ലൈന് വളച്ച്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചുണ്ടിന്റെ അടിഭാഗം ഇങ്ങനെ ചെറിയൊരു വളവില്ലേ, ആ വളവും കൂടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഫേസ് കറക്റ്റായി. ഈ മൗത്തിൻ്റെ നേരെ താഴെ ശകലം അങ്ങോട്ട് താഴോട്ട് മാറിയിട്ട് മേളിലേക്ക് ചെറിയൊരു വര ഇങ്ങനെ വരച്ചു. ദേ കണ്ടില്ലേ? ഇതുപോലൊരു വര ഈ മൗത്തിന്റെ താഴെ വരച്ചു. ഇതുപോലൊരു വര മൗത്തിന്റെ താഴെ വരച്ച എല്ലാവരും. ദാ ഇത് കാണുന്നില്ലേ ഈ വര? നമുക്കൊരാളുടെ ഫേസ് ആയില്ലേ? ഇനി ഇവിടുന്ന് ചെറുതായിട്ട് ഈ കണ്ണിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലത്തെ കണ്ണിന്റെ ഭാഗത്തുനിന്ന് ചെറുതായിട്ട് താഴേക്ക് ഇങ്ങനെ ഒരു വര ഇങ്ങനെ അങ്ങ് വരച്ചിട്ടേക്ക്. ഇനി നമുക്ക് മുടിയൊന്നും അധികം വേണമെന്നില്ല. മുടി നമുക്ക് മുടി വരയ്ക്കാനായിട്ട് ഇവിടുന്ന് ഇങ്ങനെ മേളിലേക്ക് ഒരു വളച്ചൊരു വര ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ ഒരു വര ഇങ്ങനെ നേരെ വരയ്ക്കുക. ഇങ്ങോട്ട് വേറൊരു വര വരയ്ക്കുക. ഇങ്ങനെ 3 വര. 1 2 3. വരച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള വരയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇങ്ങനെ താഴേക്കൊരു വര വരയ്ക്കുക. ഇങ്ങനെ മറ്റേ സെൻട്രലത്തെ ആ വരയുടെ താഴേക്ക്
അതുപോലെ തന്നെ റൈറ്റ് സൈഡിലത്തെ വരയുടെ ടോപ്പിൽ നിന്ന് സെൻട്രലത്തെ ലൈനിൻ്റെ ബോട്ടം താഴേക്ക് ഒരു വര വരയ്ക്കുക. കഴിഞ്ഞോ? ഇനി എന്നിട്ട് ആ ലൈൻസിന്റെ നടുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡാർക്ക് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണോ സാർ? അതെ അതെ, അതുപോലെ തന്നെ. അതിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തേ, ഇതുപോലെ ഡാർക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തേ. ഇതുപോലെയാണോ സാർ? ഇതുപോലെയാണോ സാർ? അതെ 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 അതെ, ഷെയ്ഡ് ചെയ്ത് കൊടുത്തോ അങ്ങനെ. ഇതുപോലെയാണോ സാർ? ഇതുപോലെയാണോ സാർ? ഇതുപോലെയാണോ സാർ? അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. സാർ ഇങ്ങനെയാണോ സാർ? ഇതുപോലെയാണോ സാർ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. അതെ 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 അതെ. സാർ ഇതുപോലെയാണോ? സാർ ഇതുപോലെയാണോ? ഇതുപോലെയാണോ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഇതുപോലെയാണോ? ആരാ ചോദിച്ചത്? കണ്ടില്ല. അത് അത്രയും വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഈ ലൈൻസ്, നമ്മൾ ആദ്യം വരച്ച ലൈൻസ് ഒക്കെ ഇല്ലേ, അത് നല്ല സൂക്ഷിച്ച്, അതെ അതെ, നല്ല സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ ലൈൻസ് ഒക്കെ ഇടയ്ക്കുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എറേസർ വെച്ചിട്ട് ചിത്രം കൂടി വരയ്ക്കുന്നുണ്ട്. ആണോ? മിടുക്കി. ഇത്രയും വരച്ചു കഴിഞ്ഞ്, ഞാൻ പറഞ്ഞ അത്രയും വരച്ചു കഴിഞ്ഞിട്ട് ഒരു എറേസർ എടുത്ത് സൂക്ഷിച്ച് ഈ ബാക്കി നമ്മൾ ആദ്യം വരച്ച ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങ് മായ്ച്ചു കളയാം. എല്ലാവരും മായ്ച്ചോ? എനിക്ക് മൊബൈൽ പിടിച്ചോണ്ട് മായ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ അതുകൊണ്ട് മൊബൈൽ താഴെ വെക്കുകയാണ് കേട്ടോ. മായ്ച്ചു കഴിഞ്ഞോ എല്ലാരും? എന്നെക്കാട്ടിലും മിടുക്കരാണല്ലോ എല്ലാരും. അപ്പം ഞാനിപ്പോഴും മായ്ച്ചു കളഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? ഒന്ന് കാണിച്ചേ എല്ലാരും. ഫുള്ള് മായ്ക്കരുത് കേട്ടോ, വരച്ചത് ഫുള്ള് മായ്ക്കാനല്ല, ആ സെന്ററിൽ നമ്മൾ ആദ്യം വരച്ച ആ വരകള്, ഐലൈനും ഹെയർ ലൈനും ഒക്കെ മായ്ച്ചു കളയാനാ പറഞ്ഞത് കേട്ടോ. ഫുള്ള് വരച്ചത് മൊത്തം മായ്ച്ചു കളയാനല്ല. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരാളുടെ ഫേസ് വരയ്ക്കുന്നത്, കാർട്ടൂൺ ഫേസ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? ഇങ്ങനെയല്ല, ഒരുപാടുണ്ട് ഇനി അനിമൽസിന്റെയും. ആണോ? മിടുക്കി മിടുക്കി. ഈ ലൈൻസ് ഒന്നും ഇട്ടിട്ടല്ല നമ്മൾ വരയ്ക്കേണ്ടത്, അല്ല, അത് നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് ഈ ലൈൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അളവും കാര്യങ്ങളും കിട്ടും. മനസ്സിലായോ? ഇനിയിപ്പം നമ്മള് കാർട്ടൂൺസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ പല രീതിയിൽ നമ്മൾ ഈ ലൈൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. കണ്ടു കണ്ടു കണ്ടു, കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ.
നമ്മളിനി കാർട്ടൂൺസിന്റെ ഹെഡൊക്കെ വരയ്ക്കുമ്പോൾ അനിമൽസിന്റെ ഇപ്പൊ ടോം ആൻഡ് ജെറിയുടെ ഹെഡൊക്കെ വരയ്ക്കുമ്പോൾ ഈ ലൈൻസ് തമ്മിലുള്ള അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞോ? സാർ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതെ അതെ അതെ. ഇതാണ് ചിത്രം. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അതെ അതെ അതെ, എല്ലാം നന്നായിട്ട് വരച്ചിട്ടുണ്ട്. എല്ലാരും നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഹലോ, അതെ അതെ. ആ കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ആണോ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഡെയിലി ഇതുപോലെ 10 സർക്കിളും 10 8ഉം വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ തല വരച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ആണോ? ആ, കൂടെ പോയിരുന്നു വരയ്ക്കേ. അപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഞാനും വരയ്ക്കുമെന്ന് പറയണം. ഞാൻ തോക്കാറില്ല സർ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ശരി ശരി, ഇതാ അർജുൻ സാർ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഫേസ് ഒക്കെ വരയ്ക്കാൻ പഠിച്ചോ? പഠിച്ചു സാറ്, അടിപൊളിയായിട്ട് വരക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ കിട്ടില്ലേ നിങ്ങൾക്ക് എങ്ങനെ ഫേസ് കറക്റ്റ് ഒരു ഷേപ്പിലും സൈസിലൊക്കെ വരയ്ക്കാന്ന്? ഇത് ഇനി സ്ഥിരം നോക്കണോട്ടോ, സ്ഥിരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും നേരം നമ്മുടെ കൂടെ സംഗീത് സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു എങ്ങനെ ഒരു ഫേസ് വരയ്ക്കാം എന്നുള്ളത്. അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കുക. ഇപ്പോ എല്ലാവരും ഇതിൽ നന്നായിട്ടൊക്കെ വരയ്ക്കുന്നവരാണെന്ന് അറിയാം. പക്ഷെ എങ്കിലും ആരൊക്കെയോ കുറെ കളറൊക്കെ ചെയ്ത എന്തായാലും. പക്ഷെ നമ്മള് ഫേസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മൾ പ്രൊപ്പോർഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോ അതൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇത്രയും നമ്മൾ ലൈൻസ് ഒക്കെ വരച്ച് ചെയ്തത്. അപ്പൊ ഇതിന്ന് നമുക്ക് ഓരോ ഇമോഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ചിരിക്കുന്നത്, കരയുന്നത്, ദേഷ്യം, ഇതെല്ലാം നമുക്ക് ഈ ലൈൻസിൽ നിന്ന് തന്നെ കൊടുത്ത് ചെയ്യാൻ പറ്റും അല്ലെ. സംഗീത് സാർ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോ. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ആദ്യം റൂൾസ് പഠിക്കുക, പിന്നെ ആ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പഠിക്കുക എന്നാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇങ്ങനെ സാറ് പറഞ്ഞോണ്ടിരിക്കില്ലേ, അല്ലെങ്കിൽ പോവും. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പൊ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾസ് ആണ് ആദ്യം പഠിച്ചത്. എങ്ങനെയാണ് ഏത് അളവിനാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഫേസിനെ 3ആയിട്ട് ഭാഗിച്ചിട്ട് 3 ഒരേ അളവിന് നമ്മൾ ഭാഗിച്ചിട്ട് അതിന്റെ മേളിലെ ലൈൻ വരച്ചിട്ട് ഐബ്രോ ലൈന്, മൗത്ത്, അതൊക്കെ വരച്ചു. അപ്പം ഇത് വരച്ചു കഴിഞ്ഞിട്ട് കാർട്ടൂൺ ഡ്രോയിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റൂൾസ് പഠിക്കുക കൃത്യമായിട്ട്. എന്നിട്ട് ആ റൂൾസിനെ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുക, റൂൾസിനെ തെറ്റിക്കാൻ പഠിക്കുക, തെറ്റിച്ച് വരയ്ക്കാൻ പഠിക്കുക. അതാണ് വേണ്ടത്. ഇനി നമ്മൾ ഈ ലൈൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളവിന് വ്യത്യാസം വരുത്തി വരയ്ക്കുമ്പോൾ നമുക്ക് കാർട്ടൂൺ ഫേസുകൾ കിട്ടും. മനസ്സിലായോ? ഇതിപ്പം നമ്മൾ വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് വരച്ചത്, കറക്റ്റ് അളവിനാണ് വരച്ചത്. നമ്മൾ ആ വരച്ച ആ കണ്ണും ചെവിയും പുരികവും മുടിയും ഒക്കെ ആ കാർട്ടൂണിൻ്റെ ഷേപ്പിൽ വരച്ചത് കൊണ്ടാണ് അതിനൊരു കാർട്ടൂൺ ഷേപ്പ് ഉണ്ടായത്. അതല്ല നമ്മളിപ്പം കറക്റ്റായിട്ട് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഒക്കെ ഷേപ്പിൽ തന്നെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒറിജിനൽ ഒരു ഫേസ് പോലെ തന്നെ കിട്ടും.
മനസ്സിലായോ? അപ്പം നമ്മൾ ഈ അളവുകൾ ഇപ്പോൾ ഈ കണ്ണിൻ്റെ ഐലൈനും മൗത്ത് ലൈനും തമ്മിലുള്ള അളവിൻ്റെ വീതി കുറയ്ക്കുക, വീതി കൂട്ടുക. അപ്പോൾ ഈ ഐലൈനും ഐബ്രോ ലൈനും തമ്മിലുള്ള ലൈൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല ഷേപ്പിലുള്ള മുഖങ്ങൾ കിട്ടും. ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പം എക്സ്പ്രഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 2 കണ്ണ് വന്നു, കണ്ണിന് നമ്മൾ ഇത് കൊടുത്തു. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ ഈ മേലത്തെ ലൈൻ നമ്മൾ വരച്ചിട്ടില്ലേ, അത് നമ്മൾ ശകലം ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി, ദേഷ്യത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടി അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ ഈ ഐബ്രോ വരയ്ക്കുമ്പോൾ നമ്മൾ മേളിലേക്ക് ഇതേപോലെ മേളിലേക്ക് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ദേഷ്യത്തിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. കണ്ടോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ എക്സ്പ്രഷൻസിനകത്ത് കൊണ്ടുവരത്തുള്ളൂ. ഈ എക്സ്പ്രഷൻസിനകത്ത് ആ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ച് മാറ്റിയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള എക്സ്പ്രഷൻസും നമ്മുടെ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമ്മൾ വരയ്ക്കുന്ന കഥാപാത്രത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഫീലിംഗ് എന്താണെന്നൊക്കെ നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും മഴ വന്നത് അർജുന? ഹലോ. അപ്പോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു സംശയമില്ല. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇപ്പൊ ഫേസ് നിങ്ങൾ വരച്ചു. ഇതിപ്പോ നമ്മളൊരു ജനറൽ ഫേസ് ആണ് വരച്ചത്. നിങ്ങൾ ഇതിനകത്ത് ഫേസിൽ ഓരോ ഇമോഷൻസ്, നമ്മുടെ മൊബൈൽ ഫോണിൽ ഓരോ ഇമോജീസ് ഒക്കെ കണ്ടിട്ടില്ലേ? ആംഗ്രി, സ്മൈലീസ് കുറെ കണ്ടിട്ടില്ലേ ഇമോജീസ്? അതെല്ലാം നിങ്ങളൊന്ന് വരച്ചു നോക്ക്. ഓക്കെ, ഇങ്ങനെ വരച്ച് ഓരോ ഇമോഷൻസ് എങ്ങനെ വരച്ച് നോക്കാമെന്ന് നിങ്ങൾ നോക്കിയിട്ട് ഒരു 3-4 ഇമോഷൻസ് നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ഫോട്ടോസ്. കൊള്ളാം. ഫേസിൽ എക്സ്പ്രഷൻ കൊടുക്കുന്നതാണ് ഇപ്പൊ നമ്മൾ വരച്ചത്. ഫേസിൽ എങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു 3-4 എക്സ്പ്രഷൻ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിലിടുക വരച്ചിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവരുടെ അടുത്തും കൂടി ഒരു കാര്യം പറയട്ടെ. നമ്മൾക്ക് ഇങ്ങനെ സാറും ടീച്ചറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്ത് ഓരോന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആകെ ഡിസ്റ്റർബ്ഡ് ആവില്ലേ നമ്മുടെ ക്ലാസ്? അപ്പൊ ഇനി തൊട്ട് എല്ലാവരും എന്ത് ചെയ്യണം? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോഴും ആരോ മൈക്ക് മ്യൂട്ട് ഓൺ ആക്കി വെച്ചേക്കുക. ആരാ അത്? വാണിശ്രീ കണ്ടില്ലേ? അപ്പൊ ഡിസ്റ്റർബൻസ് വരണ കണ്ടില്ലേ? അപ്പൊ ഇനി തൊട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡ്രോയിങ് ക്ലാസ് എടുത്ത സംഗീത് സാറിന് നന്ദി. എല്ലാവരും ഒരു താങ്ക്സ് പറഞ്ഞേ സാറിന്. ഓക്കെ, എല്ലാവരും എന്താ പറയുന്നത്, ഞാൻ പറയുന്നത് കേട്ട് നല്ല രീതിയിൽ എല്ലാവരും വരച്ച് എല്ലാവർക്കും എൻ്റെ വക ഓൾ ദ വെരി. സാറേ ഇനി എപ്പോഴാണ് ഉണ്ടാവണ? മ്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. മ്യൂട്ടാണ്. എല്ലാവർക്കും വെൽക്കം. ഓക്കെ. അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും ബൈ. Bye sir. Bye.
ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി തന്നെ ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് സാറിന് സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ വരുമെന്ന് വിചാരിക്കുന്നു, ഞങ്ങളെ കുട്ടികളെ മീറ്റ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനുമായിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സർ. ഓക്കെ. ഓക്കെ.